അപ്പോൾ നോക്കുവിന് ഒരേ ഒരു പുരുഷൻ അവൻ ചെയ്ത പാപത്താൽ അവന്റെ രക്തത്തിൽ നിന്നാണ് നമ്മൾ എല്ലാവരും ജനിച്ചത്. നമ്മൾ കറുത്തവരോ വെളുത്തവരോ മർത്തോമയോ കത്തോലിക്കയോ യാക്കോബയോ പ്രിയപ്പെട്ടവരെ ക്നാനായിയോ ഹിന്ദുക്കളോ ബ്രാഹ്മണരോ അല്ലെങ്കിൽ മുസ്ലിങ്ങളോ ഏത് മനുഷ്യനുമായിക്കോട്ടെ, സകല മനുഷ്യരുടെ അപ്പൻ ആദമാണ്. ആദം ഇപ്പോൾ ദൈവത്തിന്റെ സന്തതിയല്ല, ഇപ്പോൾ അവൻ സാത്താന്റെ സന്തതി ആയതുകൊണ്ട് അവന്റെ രക്തത്തെ പറഞ്ഞ നമ്മളെല്ലാവരും പാപികളായിട്ട് രൂപാന്തരം ചെയ്യപ്പെട്ടു. അതേ പ്രിയപ്പെട്ടവരെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ നാം എല്ലാവരും ദൈവത്തിന്റെ ശത്രുക്കളാ. അല്ലയോ പാപി എന്ന് സാക്ഷ്യം പറഞ്ഞ വ്യക്തിയെ, നീ ദൈവത്തിന്റെ സന്തതിയല്ല, നീ ആദമിന്റെ സന്തതിയാണ്. ആദമോ സാത്താന്റെ സന്തതിയായിട്ട് രൂപാന്തരം ചെയ്യപ്പെട്ടവൻ, ദൈവത്തിന്റെ ശത്രു, സ്വർഗത്തിൽ നിന്ന് ഏതിൽ നിന്ന് പുറത്താക്കി കളഞ്ഞവന്. അതുകൊണ്ട് പാപി എന്ന് സാക്ഷ്യം പറയുന്ന ഒരു വ്യക്തിക്ക് പോലും ഇന്ന് നിങ്ങൾ മരിക്കുകയോ ഇന്ന് യേശുക്രിസ്തു മടങ്ങി വരികയോ ചെയ്താൽ ആ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിടെ ജീവിക്കാൻ കഴിയത്തില്ല. അത് യഹൂദനായാലും ശരി, യവനനായാലും ശരി, മർത്തോമയായാലും ശരി, എല്ലാവരും ഒരുപോലെ പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെടുത്തിയവരാണ്. കാരണം എന്താണ്? നമ്മൾ വ്യാപരിക്കുന്ന രക്തം ആദമ്യ രക്തമാണ്, പാപരക്തമാണ്, ദൈവത്തിനുള്ള ശത്രുത്വമാണ്. പ്രിയപ്പെട്ട ആളുകൾ അംഗീകരിച്ചിരുന്നുവെങ്കിൽ പാപമോചനത്തിന് വേണ്ടി നിങ്ങൾ തീർച്ചയായിട്ടും ആഗ്രഹിക്കുമായിരുന്നു.